ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഐ ആം ഗെയിമിങ്ങിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. ബെറ്റ് നമ്പർ 1 എന്നും പറഞ്ഞ് അവർ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ അസറ്റാണ് ഓഫ് ഐ ആം ഗെയിം. ഐ ആം ഗെയിം എന്ന് വെച്ചാൽ നമ്മുടെ ദുൽഖറിൻ്റെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് വരാൻ പോകുന്ന പടമാണെന്നാണ് ദുൽഖർ തന്നെ പറയുന്നത്. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ RDXൻ്റെ ഡയറക്ടറായ നഹാസ് ഹിദായത്താണ് ഗൈസ്. കിടിലൻ ഡയറക്ടറാണ്. നമുക്കറിയാം RDX എന്ത് കിടിലൻ പടമാണ്. റോബർട്ട് ഡോണി സേവിയർ കിടിലൻ പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഓണത്തിന് ഇറക്കി തൂക്കി പറത്തിയിട്ടാണ് പോയത് ആ പടം. RDX കിട്ടിലെ ഇടിയൊക്കെ ആയിരുന്നു. പക്ക നമ്മുടെ ഇവരായിരുന്നു നമ്മുടെ അൻപരു മാസ്റ്റേഴ്സ് ആയിരുന്നു അതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രഫിയൊക്കെ കിട്ടിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം നഹാസ് ചെയ്യുന്ന സെക്കൻഡ് പടമാണ് ഐ ആം ഗെയിം. ഐ ആം ഗെയിം എന്ന് പറഞ്ഞ പടം. അപ്പം ഐ ആം ഗെയിമിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നു. ഇത് സത്യം പറഞ്ഞാൽ ദുൽഖറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്നായിരുന്നു. പക്ഷെ എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം റിലീസ് ചെയ്തില്ല. ടെക്നിക്കൽ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രെയിലർ റെഡിയായി കാണത്തില്ല. അതായിരിക്കും അവരുടെ ടെക്നിക്കൽ ഗ്ലിച്ച്. അതെനിക്കറിയത്തില്ല. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഇപ്പോൾ ഏകദേശം 123K വ്യൂസ് ആയിട്ടുണ്ട്. ആൻഡ് ട്രെയിലറിൽ ദുൽഖറിൻ്റെ ആ പോസ്റ്റർ തന്നെ നല്ല കിടിലായിട്ടുണ്ട്. ദുൽഖർ ഒരു നമ്മുടെ കസിനോ ബെഞ്ച് പോലത്തെ സംഭവത്തിൻ്റെ നടുക്കായിട്ട്, കസിനോ ഒന്നും അല്ല, ഒരു ബെറ്റിംഗ് സംഭവം ഉണ്ടല്ലോ ഈ കസിനോ റോയൽസിലൊക്കെ പോലെ, നമ്മൾ മുട്ടൻ ഇതിലൊക്കെ കാണത്തില്ലേ, നമ്മൾ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ബെറ്റിംഗ് ഏരിയയിലൊരു ടേബിളിൻ്റെ മണ്ട ദുൽഖർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചുറ്റും ഗേൾസാണ്. നമുക്ക് നേരെ എന്തായാലും ട്രെയിലർ നോക്കാം. ആൻഡ് അതുപോലെ തന്നെ രാമായണത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഐ ആം ഗെയിം ട്രെയിലർ. വരൂ ഗൈസ്, നമുക്ക് നേരെ ട്രെയിലറിലേക്ക് പോകാൻ. ട്രെയിലർ എടുത്തിട്ടുണ്ട്. ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിൽ. ഇവിടെ ചിലർ വാഴുന്നു, ചിലർ വീഴുന്നു. ഇത് ഗാംബ്ലിംഗ് മാത്രമല്ല, ഒരു സ്പോർട്സും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യമുണ്ട്. ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട് അവരെല്ലാം വിശ്വസിക്കുന്നത് ലക്കിലല്ലേ എല്ലാവരും. ഗാംബ്ലിംഗ് എന്ന് വെച്ചാൽ ഒരു ലക്കിന്റെ ഭാഗ്യമാണ് ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് ലക്കില്ലെങ്കിൽ നമ്മൾ ഗാംബ്ലിങ്ങിൽ തോക്കും. മനസ്സിലായോ? ലക്കല്ല, ഇത് അൽഗോരിതമാണ് ഗൈസ്. ഇതെല്ലാം ഒരു സത്യം പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ സംഭവമാണ് ഗൈസ്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാറിയെങ്കിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ലംബോർഗിനി എന്തോടെ ഇതൊക്കെ. ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്. ബട്ട് സ്പോർട്സ് ബെറ്റിംഗ് ഈസ് ഡിഫറെന്റ്. ഓരോ ടീമിനും ഓരോ പാറ്റേൺ ഉണ്ട്. മനസ്സിലായി. അതായത് നമ്മുടെ ഗെയിം നമ്മൾ മറ്റേ ആപ്പൊക്കെ കണ്ടിട്ടില്ലേ, ഗാംബ്ലിംഗ് ആപ്പൊക്കെ, അതിൻ്റെ അകത്തുള്ള ഒരു സംഭവം തന്നെ. അതായത് ഇവർ ബെറ്റിങ് ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്പോർട്സ് ബെറ്റിങ്ങിനാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ടീം ബെറ്റ് ചെയ്യിച്ചിട്ട് ഈ ടീമിനെ ജയിപ്പിക്കാനുള്ള ഒരു പരിപാടി നോക്കും. മനസ്സിലായി? ദുൽഖർ സൽമാൻ, ദ പ്രിൻസ് ഓഫ് മോളിവുഡ്, ഈസ് ബാക്ക് ടു മോളിവുഡ്. From the director of RDX, Dan John. എടാ കിടിലൻ പാട്ടൊക്കെ ഉണ്ട് കേട്ടാ. എടാ കാറൊക്കെ നോക്കടാ. ബ്ലഡ്. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യന്റ്. ചതിച്ചി. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ്. അത് ലൈഫിലായാലും നിങ്ങൾ ആലോചിക്കണം ഗൈസ്. നെവർ ഗിവ് അപ്പ്. ഈ ഫ്രെയിം നോക്ക് ഗൈസ്. ദുൽഖർ മൊഞ്ചൻ.
Cheers. ഓ ആക്ഷനൊക്കെ വിഷയമാടേ. ഓ എടാ പാട്ട് എന്തുമായിരിക്കടാ, ഞാൻ അതിനാ വെയിറ്റ് ചെയ്യുന്നത്. ആ പാട്ട്, ആ പാട്ട് സിംഗ് ഉണ്ട് ക്ലബിൻ്റെ അകത്തുള്ള, അതിനെ വെയിറ്റ് ചെയ്യുന്നു. കിടിലൻ പാട്ടായിരിക്കും കേട്ടോ. കാശൊക്കെ പറക്കുന്നു. ரொம்ப போட்டு I am confuse gay. பண்ணிக்காத. This is just a freaking entertainment. നഹാസത്തെ എന്റർടൈൻമെന്റ് എന്തോടെ ഇതൊക്കെ മിസ്കിങ് എന്താ പറയുന്നത്. അൻപരം മാസ്റ്റേഴ്സ് തന്നെ ഐസ്. ഓഗസ്റ്റ് 20 റിലീസ് ഡേറ്റ് ഒന്നും മാറ്റമില്ല ചേട്ടാ. ഖലീഫയായിട്ട് അണ്ണൻ ക്ലാഷിന് റെഡിയാണ്. വന്ന് ഓഗസ്റ്റ് 21 തോന്നുന്നു ബെത്ലഹേമും കുടുംബ യുക്തി ഇറങ്ങുമോ. ഇത് എന്താ വരാത്തെ. ശേ ബേബീൻ്റെ ഏതാ കില്ലും പാട്ടൊക്കെ ഉണ്ടോ കേൾക്കാൻ വയ്യ. ശേ എന്തായാലും കേസ് ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി പറയാം. സത്യം പറഞ്ഞോണ്ടല്ല, കിടിലൻ ട്രെയിലർ എന്ന് വെച്ചാൽ ഒരു പക്ക സ്റ്റൈലിഷ് ആയിട്ട് ഫുൾ ഗാംബ്ലിങ് ആ പരിപാടിയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുള്ളല്ല, ആ സ്റ്റേഡിയം സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്റ്റേഡിയത്തിലാണ്. ഈ ഫുള്ള് അടച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. കുറേ VFX വർക്കൊക്കെ വന്നിട്ടുണ്ട്, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട്, അതായത് ട്രെയിലർ കിടിലായിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ ട്രെയിലർ. ഇനിയും ഫീറ്റ് ചെയ്യുന്നത് ഖലീഫയുടെയും ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെയും ട്രെയിലറാണ്. അതായത് നമ്മൾ മറ്റേ അന്ന് ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു 3 ഇറങ്ങി 3 ഹിറ്റായി. അതുപോലത്തെ ഒരു അവസ്ഥ വരണം ഗൈസ് ഇവിടെ. അതായത് 3 പടത്തിനും ആൾക്കാർ കയറണം. അതാണ് അതായത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഫാമിലി ഓറിയൻറ്റഡ് കുറച്ച് കോമഡി ടൈപ്പ് പടമായിരിക്കും. ആൻഡ് ഇതിൽ കൂടുതലും സ്റ്റൈലിഷ് ആക്ഷൻ, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പോലത്തുള്ള ആൾക്കാരെ ഒരു തിയേറ്ററിലോട്ട് കയറ്റാൻ നോക്കുന്ന പടമായിരിക്കും. ദുൽഖറിന് സത്യം പറഞ്ഞാൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ദുൽഖറിൻ്റെ പടം എന്ന് വെച്ചേക്കൊക്കെ പാൻ ഇന്ത്യൻ റീച്ചാണ് പുള്ളിയുടെയൊക്കെ. പുള്ളി ചെയ്ത് വെച്ചേക്കുക, പുള്ളിക്ക് തെലുങ്കിന് നല്ല ഫാൻസ് ഉണ്ട്. പുള്ളി കാരണം അവിടെ നല്ല കിടിലൻ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഭയങ്കര കുറവാണ്. കേരളത്തിൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങ് പോയി, പിന്നെ അങ്ങ് പാൻ ഇന്ത്യൻ റീച്ചായിരുന്നു. പടത്തിന് മുഴുവൻ തമിഴ് പടം, തെലുങ്ക് പടം ഒക്കെ ചെയ്ത്. പക്ഷെ ദുൽഖർ ഹിന്ദി പടം വരെ ചെയ്ത് നമ്മുടെ ഇവിടെ വന്ന് പടം ചെയ്യുന്നു. ദുൽഖർ കംബാക്കാണ് കേസ് ഇത്. സത്യം പറഞ്ഞാൽ വരട്ടെ, കില്ലം ട്രെയിലറായിരിക്കും, കില്ലം പടമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ആ പാട്ടിന് വേണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്യുന്ന, ആ ക്ലബിലെ പാട്ട്. അത് പിശയും പാകാനമായിരിക്കും. ഖലീഫയിലെ ഫസ്റ്റ് പാട്ട് കേട്ടില്ലേ നിങ്ങൾ? ജെയ്ക്സ് ബിജോയ്. ഇതിൻ്റെ മ്യൂസിക്കും ജെയ്ക്സ് ബിജോയാണ് യൂസ് ചെയ്യുന്നത്. 2 പേരിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയ് തന്നെയാണ്. കത്തിക്കണം. അപ്പം ബൈ ബൈ.